നമുക്കറിയാം ഏപ്രിൽ മാസത്തിൽ ഓരോ ദിവസം പിന്നിടുമ്പോഴും സ്വർണ്ണവില കുതിച്ചു മുകളിലേക്ക് കയറുന്നതാണ് കണ്ടിരുന്നത്. എൻ്റെ പൊന്നേ എന്ന് വിളിക്കുന്ന അവസ്ഥയായിരുന്നു. ഈ മാസം ആരംഭിച്ച ഒരാഴ്ച പിന്നിടുമ്പോൾ 5 തവണയാണ് സംസ്ഥാനത്ത് സ്വർണ്ണനിരക്ക് റെക്കോർഡ് ഭേദിച്ചത്. തുടരെ ഇങ്ങനെ വില റെക്കോർഡ് സ്ഥാപിച്ച് സംസ്ഥാനത്തെ സ്വർണ്ണനിരക്ക് ഇപ്പോൾ പവന് 52,000 പിന്നിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരമൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അവരുടെ പക്കൽ എത്ര സ്വർണ്ണമുണ്ട്, അവർ എത്രത്തോളം സ്വർണം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിൻ്റെ മൂല്യം എത്രയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമ്മൾ തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയിലേക്ക് പോയാൽ, സുരേഷ് ഗോപിയുടെ പക്കൽ 128 പവൻ സ്വർണ്ണമാണുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 131 പവൻ സ്വർണ്ണമാണുള്ളത്. അതായത് സുരേഷ് ഗോപിയുടെ പക്കൽ 128 പവനുണ്ട്, ഭാര്യയ്ക്ക് 131 പവൻ സ്വർണ്ണമാണ് പക്കലുള്ളത്. അതിന്റെ ആകെ വില ഏതാണ്ട് 1.36 കോടി രൂപ വരും. ഇന്നത്തെ സ്വർണ്ണവില അടിസ്ഥാനമാക്കിയുള്ള മൂല്യമാണ് ഞാൻ ഈ പറഞ്ഞത്. 1.36 കോടി രൂപയാണ് അതിന്റെ വില വരിക. രാജീവ് ചന്ദ്രശേഖർ, തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരം സംബന്ധിച്ചൊക്കെ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പക്ഷേ 46 പവൻ സ്വർണ്ണമാണുള്ളത്, ഭാര്യയ്ക്ക് 762 പവൻ. അങ്ങനെ ആകെ വില 4.2 കോടി രൂപ വില വരുന്ന സ്വർണ്ണമാണ് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് ഉള്ളത്. നിവേദിത സുബ്രഹ്മണ്യന് NDA സ്ഥാനാർത്ഥിയായ നിവേദിത സുബ്രഹ്മണ്യന് 175 പവൻ സ്വർണ്ണമാണ് അവർക്കുള്ളത് എന്ന് നമുക്ക് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിൻ്റെ ആകെ വില 91.9 ലക്ഷം രൂപയാണ്. അതിൻ്റെ ആകെ വില 175 പവൻ സ്വർണ്ണമാണ് നിവേദിതയുടെ പക്കലുള്ളത്. അടുത്തത് ഇടുക്കിയിലെ NDA സ്ഥാനാർത്ഥിയായ സംഗീത വിശ്വനാഥന്റെ പക്കൽ എത്ര സ്വർണ്ണമുണ്ടെന്നുള്ളതാണ്. അവർക്ക് 90 പവൻ സ്വർണ്ണമാണ് സംഗീത വിശ്വനാഥന്റെ പക്കലുള്ളത്. അതിൻ്റെ ഇപ്പോഴത്തെ വിപണി മൂല്യം ഏതാണ്ട് 47 ലക്ഷം രൂപ വരും. സംഗീത വിശ്വനാഥന്റെ പക്കൽ 90 പവൻ സ്വർണം, 100 പവന് ഏതാണ്ട് 10 പവൻ മാത്രമാണ് കമ്മിയുള്ളത്. ജോയ്സ് ജോർജ്, ഇടുക്കിയിലെ തന്നെ LDF സ്ഥാനാർത്ഥിയായി ജോയ്സ് ജോർജിന്റെ ഭാര്യയ്ക്ക് 107 പവൻ സ്വർണ്ണമാണ് അവരുടെ പക്കലുള്ളത്. അതിൻ്റെ ആകെ വില ഇപ്പോഴത്തെ വില അനുസരിച്ച് ഏതാണ്ട് 56 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണമാണ് ജോയ്സ് ജോർജിന്റെ ഭാര്യയുടെ പക്കലുള്ളത്. അടുത്തത് കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ കയ്യിൽ എത്ര സ്വർണ്ണമുണ്ട് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ കയ്യിൽ 35 പവൻ സ്വർണ്ണമാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. ഭാര്യയുടെ പക്കലാവട്ടെ 199 പവൻ സ്വർണ്ണാഭരണമാണ് അവരുടെ പക്കലുള്ളത്. അങ്ങനെ അതിൻ്റെ ആകെ വില ഏതാണ്ട് 1.22 കോടിയോളം വില വരുന്ന സ്വർണ്ണമാണ് തുഷാർ വെള്ളാപ്പള്ളിക്കും ഭാര്യയ്ക്കുമായി ഉള്ളത്. അടുത്തത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. കാസർകോട്ടെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാര്യയ്ക്ക് 100 പവൻ സ്വർണ്ണമാണുള്ളത്. അതിൻ്റെ ആകെ വില ഏതാണ്ട് 52.5 ലക്ഷം രൂപ വില വരും. അങ്ങനെ 100 പവൻ സ്വർണം രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാര്യയുടെ പക്കലുണ്ട്. KK ശൈലജ ടീച്ചർക്ക് വെറും 3.5 പവൻ സ്വർണ്ണമാണ് കയ്യിലുള്ളത്. ആകെ വില ഏതാണ്ട് 1.83 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വിലയായി വരുന്നത്. 3.5 പവൻ സ്വർണ്ണമാണ് KK ശൈലജയ്ക്ക് വടകരയിലെ LDF സ്ഥാനാർത്ഥിയുടെ പക്കലുള്ളത്. ആനിരാജ, വയനാട്ടിലെ LDFന്റെ സ്ഥാനാർത്ഥി ആനിരാജയുടെ പക്കലുള്ളത് 1/2 പവൻ സ്വർണ്ണമാണ്. 100 പവൻ്റെയൊക്കെ കണക്ക് കേൾക്കുമ്പോഴാണ് ആനിരാജയുടെ പക്കൽ 1/2 പവൻ സ്വർണ്ണമാണുള്ളത്. അതിൻ്റെ വില ഏതാണ്ട് 26,260 രൂപ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രമ്യ ഹരിദാസിലെ നമ്മുടെ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിൻ്റെ പക്കലും 1/2 പവൻ സ്വർണ്ണം മാത്രമാണുള്ളത്. രമ്യ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കുന്ന ആളല്ല, എൻ്റെ കയ്യിൽ സ്വർണ്ണം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 1/2 പവൻ സ്വർണ്ണമാണ് അവരുടെ പക്കലുള്ളത്. 26,260 രൂപ തന്നെയാണ് അതിൻ്റെയും വില വരുന്നത്. രാഹുൽ ഗാന്ധി, നമ്മുടെ VVIP കാൻഡിഡേറ്റ്, സംസ്ഥാനത്തെ VVIP സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയുടെ പക്കൽ 20 പവൻ സ്വർണം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആകെ വില 10.5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില. അദ്ദേഹത്തിന് മ്യൂച്വൽ ഫണ്ടിലൊക്കെ വലിയ നിക്ഷേപമുള്ളതായി വിവരങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പക്കലുള്ള സ്വർണം 20 പവൻ സ്വർണ്ണമാണ് അദ്ദേഹത്തിൻ്റെ പക്കലുള്ളത്, രാഹുൽ ഗാന്ധിയുടെ പക്കലുള്ളത്. അടുത്തത് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A വിജയരാഘവന് എത്ര സ്വർണ്ണമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മന്ത്രിയായ ബിന്ദുവിൻ്റെ പക്കൽ 40 പവൻ സ്വർണ്ണമാണുള്ളത്. ബിന്ദുവിൻ്റെ പക്കൽ 40 പവൻ സ്വർണ്ണമുണ്ടെന്നാണ് അദ്ദേഹം നൽകിയ വിശദാംശങ്ങളിലുള്ളത്. അതിൻ്റെ വില ഏതാണ്ട് 21 ലക്ഷം രൂപയാണ് അതിൻ്റെ വിലയായി വരുന്നത്. ഇനി വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, നമുക്കറിയാം അദ്ദേഹം വിവാഹ സമയത്ത് വീടൊക്കെ വെച്ചു കൊടുത്ത വലിയ ചർച്ചയായ ആളാണ്. ഷാഫി പറമ്പിലിൻ്റെ പക്കൽ സ്വർണ്ണമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 40 പവൻ
സ്വർണ്ണമാണുള്ളത്. അങ്ങനെ ആകെ വില അതിൽ 21 ലക്ഷം രൂപയാണ് ഷാഫി പറമ്പിലിൻ്റെ ഭാര്യയുടെ പക്കലുള്ള 40 പവൻ സ്വർണത്തിൻ്റെ വിലയായി നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തത് കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ്റെ പക്കൽ എത്ര സ്വർണ്ണമുണ്ട് എന്നുള്ളതാണ്. കെ സുധാകരന് 6 പവനാണ് അദ്ദേഹത്തിൻ്റെ പക്കലുള്ളത്. ഭാര്യയുടെ പക്കലാകട്ടെ നമുക്ക് കാണാൻ കഴിയുന്നത് 25 പവൻ സ്വർണ്ണമാണ് ഭാര്യയുടെ പക്കലുള്ളത്. കെ സുധാകരൻ്റെ കയ്യിൽ 6 പവൻ, ഭാര്യയുടെ കയ്യിൽ 25 പവനാണ് ഉള്ളത്. ആകെ വില 16 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ആകെ മൂല്യമായി, ഇപ്പോഴത്തെ കണക്കനുസരിച്ചുള്ള മൂല്യമായി പറയുന്നത്. കെ മുരളീധരൻ, നമ്മുടെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ്റെ പക്കൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പക്കൽ 62 പവൻ സ്വർണ്ണമാണുള്ളത്. അതിൻ്റെ ആകെ വില 32.5 ലക്ഷം രൂപയാണ് അതിൻ്റെ വില. കെ മുരളീധരന് ഭാര്യയുടെ പക്കൽ 62 പവൻ സ്വർണം ഉണ്ടെന്നാണ് അദ്ദേഹം നൽകിയ കണക്കുകളിൽ പറയുന്നത്. അങ്ങനെ വിവിധ സ്ഥാനാർത്ഥികളുടെ പക്കൽ എത്രത്തോളം സ്വർണ്ണമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നിക്ഷേപമുണ്ട് എന്നൊക്കെയുള്ള കണക്കുകൾ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകുന്ന സത്യവാങ്മൂലത്തിൽ നൽകിയ വിവരങ്ങളാണ്. അതിൻ്റെ ഇന്നത്തെ വിപണി വില വെച്ചുള്ള വിലയുമാണ് ഞങ്ങൾ AR ലൂടെ അവതരിപ്പിക്കുകയും ചെയ്തത്.